അങ്ങനെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ട്രെയിനിലൊക്കെ കയറി പിറ്റേന്ന് രാവിലെ ഒക്കെ ബ്രെഡും ഓംലെറ്റ് മുട്ടയും കഴിക്കുന്നുണ്ട്. പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അവൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്നുണ്ട്. തിരക്ക് കൂടിയപ്പം ഞാൻ യുക്കും മേലെ കയറിയിരുന്നു. യുക്കുൻ്റെ വക കുറേ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച രാവിലെ നമ്മൾ ആഗ്രയിലെത്തും. അപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിൽ തന്നെ കുളിച്ച് റെഡിയായതാണ്. അതാണ് അവിടെ കയ്യിൽ തോർത്തൊക്കെ. നോർത്ത് ഇന്ത്യൻസൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ടായിരുന്നു കുളിക്കുന്നതൊക്കെ കുളിച്ച് വന്നതൊക്കെ കണ്ടിട്ട്. അപ്പോൾ രാവിലെ ഒരു 10:15 നമ്മൾ ആഗ്രയിൽ എത്തി. 10 മണിയാകുമ്പോഴത്തേക്കന്നെ ആഗ്രയിലെത്തി. ശനിയാഴ്ച രാത്രിയായിരുന്നു ട്രെയിനിൽ കയറിയത്. ഞായർ കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെ ആഗ്രയിലെത്തി. ഉച്ചയാകുമ്പോൾ അത് ഡൽഹിയിലേക്ക് എത്തും. ഇവിടെ നമ്മൾ മുന്നേ കണ്ടിട്ടില്ലാത്ത ഭൂമേഖലകളുണ്ട്, നമുക്ക് പരിചയമില്ലാത്തത്. നമ്മൾ ആഗ്രയിലെത്തി. ഞാൻ ഐ ലവ് ആഗ്ര എടുക്കുമ്പം വിചാരിക്കുന്ന അവനെയാണെന്നാണ് വിചാരിക്കുന്നത്. നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ആഗ്ര മെട്രോൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു കൊല്ലം മുന്നേ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോയിലും ഇതേ അവസ്ഥ തന്നെ കണ്ട്. കുറേ കൊന്ന പൂത്തതൊക്കെ കാണുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസ് മാത്രമേ അലൗഡ് ഉള്ളൂ. എന്താ വെച്ചാൽ താജ്മഹലിന് പൊല്യൂഷൻ കാരണം കുറേ ഡാമേജസ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചൂടിൻ്റെ ഇത് മനസ്സിലാവുന്നുണ്ടാകും. ക്യാമറയൊക്കെ ഭയങ്കര ഹീറ്റായിട്ടുണ്ട്. കുതിര വണ്ടിയൊക്കെ കാണാം. നമ്മൾ നടക്കുകയാണ് ചെയ്തത്. പ്രകൃതി എന്ന് പറയുന്ന നിശ്ചലമാണ്, അനങ്ങുന്നേയില്ല, ഒരു കാറ്റ് പോലില്ല. എന്ന് വെച്ചാൽ നല്ല ചൂടാണ്, നല്ല വിങ്ങുന്ന ചൂടാണ്. ഇവിടെ നല്ല ക്ഷീണമുണ്ട്. രാവിലെ ആയതുകൊണ്ട് നടക്കാമെന്ന് വെച്ചാൽ നടന്നത്. പക്ഷേ ക്യാമറയൊക്കെ ഭയങ്കര ബേണാവുന്ന പോലെയുണ്ട്. എന്തായാലും നമ്മൾ വെസ്റ്റ് ഗേറ്റ് വഴിയാണ് അകത്ത് കയറിയത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫത്തേപൂരി ബീഗം സഹേലി ബുർജ് ആണ് ഈ കാണുന്നത്. ദെൻ നമ്മൾ നേരെ മെയിൻ ഗേറ്റിലേക്കാണ് കയറുക. താജ്മഹലിൻ്റെ ടോപ്പ് കാണുന്നുണ്ട്. നമ്മൾ ഈസ്റ്റ് സൈഡിലേക്ക് കയറുമ്പം സർഹിന്ദി ബീഗം സഹേലി ബുർജ് ആണ് കാണുക. നല്ല തിരക്കുണ്ട്. നമ്മൾ കയറുന്ന സമയത്താണ് ന്യൂസ് കാണുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള അതിഉഷ്ണ കാറ്റ് ആഗ്ര പിന്നെ ഡൽഹി ഭാഗങ്ങളിലേക്ക് വീശുന്നു. അന്ന് ഹയസ്റ്റ് ടെമ്പറേച്ചറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ദെൻ നമ്മൾ മെയിൻ ഗേറ്റ് വഴി താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. താജ്മഹലിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ സോഫ്റ്റ് കോപ്പിയോ ഹാർഡ് കോപ്പിയോ ഒക്കെ തരും. 100 200 മറ്റോ രൂപയേ ഉള്ളൂ. കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ പേര് ഫോണിൽ എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഗാർഡൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മഹലിൻ്റെ മുന്നിലുള്ള ഫൗണ്ടെയിൻ പോയിൻ്റാണ്. ഇവിടെ വെള്ളമൊന്നുമില്ല, യമുനയൊക്കെ വറ്റി വരണ്ടിട്ടാണ് ഉള്ളത് തോന്നുന്നു. ഇത് അങ്ങേ ഒരു അറ്റത്ത് ലേശം വെള്ളം കാണുന്നുണ്ട്. ഭയങ്കര ശോകമായിരുന്നു. ഇവിടെയാണ് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ടിക്കറ്റ് എടുക്കേണ്ടത്. ഇത് മോസ്കാണ്. മോസ്കിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് 200 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കാണാൻ പോകേണ്ടത്. ഒരാൾക്ക് 200 രൂപയാണ്. ചൂട് കാരണം നമ്മളൊക്കെ സൈഡാകുമ്പോൾ യുക്കു ഭയങ്കര ആക്റ്റീവായിരുന്നു. യുക്കു ഭയങ്കര ഡാൻസും ഓടിയും ചാടലൊക്കെയാണ്. ഞാൻ കുറേ അവളെ വാൺ ചെയ്തു, വേണ്ട നമ്മൾ വല്ലാണ്ട് ടയേർഡാവുന്നൊക്കെ പറഞ്ഞു. യുക്കുവിന് അതൊന്നും ഒരു ഇഷ്യൂ അല്ല തോന്നുന്നു. ഇതിനുള്ളിൽ കയറുന്ന സമയത്ത് ഇങ്ങനെയൊരു ഗ്ലൗസ് പോലൊരു സാധനം നമ്മൾ ഷൂസിൻ്റെ അടിയിൽ ചെരുപ്പിൻ്റെ അടിയിൽ ഇടണം, അല്ലെങ്കിൽ താജ്മഹലിൽ ഡേർട്ടാവുന്നുള്ള ഇഷ്യൂ കൊണ്ടാണ്. ഈ ഭാഗം ക്യാമറ അലൗഡ് അല്ല, ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ യമുനയാണ് കാണുന്നത്. യമുന വേനൽക്കാലം ആയതുകൊണ്ട് വളരെ വറ്റി വരുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നമ്മുടെ ഭാരതപ്പുഴയൊക്കെ പോലെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ കാണുന്നത് കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. മെഹമാൻ ഖന്നയുടെ എന്തൊക്കെയോ ചെറിയ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുകയാണ്. യമുന കാണാം.
ഇനി നമ്മൾ നേരെ പോകുന്നത് ആഗ്ര ഫോർട്ട് കാണാനാണ്. വഴിയൊക്കെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആഗ്ര മൊത്തം ഇതേ ഒരു സൗന്ദര്യം ഉണ്ടാവും തോന്നുന്നു. പക്ഷേ എക്സ്പെക്റ്റേഷന് ഇതായിട്ട് ആഗ്ര ഫോർട്ട് എത്തുമ്പം കുറച്ച് ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള സ്ഥലമാണ് കണ്ടിട്ടുള്ളത്. ഫോർട്ടിൻ്റെ അടുത്ത് തന്നെ അത്ര നീറ്റല്ല. കുറേ കച്ചവടക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഡേർട്ടിയാണ്. ഫോർട്ടിൻ്റെ അടുത്ത് ഒക്കെയാണ്. ഫോർട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. രാജകുമാരിമാർ നിന്ന റൂമുകളൊക്കെ കാണാം. പിന്നെ ഷാജഹാൻ താജ്മഹലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വിൻഡോ ഒക്കെ കാണാം ഇതിലൂടെ. പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പ്രകാരം ഒരുപാട് രത്നങ്ങളും വൈരങ്ങളൊക്കെ ഈ ചുമരുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അതൊക്കെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരൊക്കെ കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. പിന്നെ വീഡിയോസ് കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ ഫോൺ അത്രക്കും ഹീറ്റായി, സ്റ്റോറേജ് ബാറ്ററി ഒക്കെ പോയി. നമ്മൾ തിരിച്ച് നേരെ ഡൽഹിയിലേക്ക് പോവാണ്. ട്രെയിൻ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ത്രൂ ബസ്സിന് പോയി. ആഗ്ര ടു ഡൽഹി ബസ്സിന് 350 തൊട്ട് 500 വരെ രൂപ ഈടാക്കുന്നുണ്ട്. പല രീതിയിൽ അവർ വാങ്ങുന്നുണ്ട്. ഭയങ്കര ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിക്കൂർ നമ്മൾ ബസ്സിലിരുന്നു തോന്നുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി. തന്നെ അവിടെ നമ്മൾ അതിൻ്റെ ഇടയിൽ സ്നാക്സും ടീയൊക്കെ കഴിച്ചു. ഡൽഹിയിൽ നമ്മൾ സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അവാർഡ് ഫംഗ്ഷനാണ്.